എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഗോക്കുവും ചീച്ചിയും അവർ രണ്ടുപേരും കാസ്റ്റിൽ കത്തിപ്പടരുന്ന ആ ഒരു തീ അത് അണയ്ക്കാനായിട്ട് ആ ഒരു ജയന്റ് ഫാൻ യൂസ് ചെയ്യും. പക്ഷേ അതിലൂടെ ആ തീ അണയില്ല എന്ന് മനസ്സിലാക്കി ആ എൽഡർ ലേഡി ആണെങ്കിൽ ആ തീ കത്തിപ്പടരാനുള്ള സാഹചര്യം അതെന്താണെന്ന് കണ്ടുപിടിച്ച് ഇപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിന്റെ കാരണം ഒരു മാജിക് ഫർണസ് ആണ്. അത് കണ്ടെത്തി എങ്ങനെയെങ്കിലും ആ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം. അതല്ല എങ്കിൽ വലിയ അപകടമാണെന്ന് മനസ്സിലാക്കിയ ഗോക്കുവും ചീച്ചിയും അവർ രണ്ടുപേരും ആ എൽഡർ ലേഡി പറഞ്ഞു കൊടുത്ത ലൊക്കേഷനിലേക്ക് കടന്നുവരും. അവിടെ എത്തി അവർക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നുവെങ്കിലും അവരാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ മാജിക്കൽ ഫർണസിന്റെ അടുത്തേക്ക് വരികയാണ്. അവിടെ ചെന്ന് ഗോക്കു കണ്ടത് അവന്റെ ഗ്രാൻഡ് പേ ആണ്. ഗോക്കുവിനെ കണ്ട അത്ഭുതത്തോടു കൂടെ ഗ്രാൻഡ് പേ ആണെങ്കിൽ അവനെ ചേർത്ത് പിടിക്കും. ഇപ്പൊ നടക്കുന്ന പ്രോബ്ലംസ് അതെല്ലാം തന്നെ ഗോക്കു ഡീറ്റെയിൽ ആയിട്ട് ഗ്രാൻഡ് പേയോട് പറയും. ഈ ഫർണസിന്റെ ലൊക്കേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓക്സ് കിങ്ങിന്റെ മാൻഷനിലാണ്. അദ്ദേഹത്തിന്റെ ജീവൻ അപകടമാണ്. എത്രയും വേഗം ഇതിന്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണമെന്ന് ഗോക്കു റിക്വസ്റ്റ് ചെയ്യും. ചീച്ചിയാണെങ്കിൽ കാലിൽ വീണ് കെഞ്ചു. തന്നെ ആ ഫർണസിന്റെ കാവൽക്കാരി അവളും താഴേക്ക് ഇറങ്ങി വരും. ഗ്രാൻഡ് പേ ആണെങ്കിൽ തല താഴ്ത്തി എന്നെക്കൊണ്ട് അതിന്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇപ്പൊ ഗോക്കുവിനോട് തുറന്നു പറയും. കട്ട് ചെയ്താ ഇവിടെ മാൻഷൻ കാണിക്കും. അതാണെങ്കിൽ കൂടുതൽ ശക്തിയിൽ അങ്ങനെ കത്തി തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്സ് കിങ് ആണെങ്കിൽ ഇനി പോകാൻ ഇടവില്ലാതെ ഉച്ചത്തിൽ നിലവിളിക്കും. ഇവിടെ ചീച്ചി ആണെങ്കിൽ ആ ഗ്രാൻഡ് പേയുടെ കാലിൽ വീണ് കെഞ്ചും. ദയവ് ചെയ്ത് എന്റെ പപ്പയുടെ ജീവൻ അതെനിക്ക് തിരികെ തരണമെന്ന് പറഞ്ഞ് അവള് ബെഗ് ചെയ്യും. ഉടനെ ഗ്രാൻഡ് പേ ആണെങ്കിൽ ആ ലേഡിയെ നോക്കും. അതിനാൽ ലേഡി പറയും, നിങ്ങൾ എന്താ ചോദിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ? ആ ഒരാളുടെ ലൈഫ് അത് സേവ് ചെയ്യാൻ വേണ്ടി ആ ഫർണസിന്റെ ലൊക്കേഷൻ അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ലോകം തന്നെ നശിച്ചില്ലാതാവും. അങ്ങനെ ഒരു വലിയ മോശാവസ്ഥ അതുണ്ടാവണോ? കാര്യമായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിനെക്കുറിച്ച് തീരുമാനമെടുക്കുക. ഗോക്കു ആണെങ്കിൽ തീർത്തു പറയും, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് അദ്ദേഹത്തിന്റെ ജീവൻ വളരെ പ്രധാനമാണ്. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. ആ ഫർണസ് അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? അതിനവളാണെങ്കിൽ ഗോക്കുവിനെ നോക്കി ചിരിച്ച് ഈ ന്യൂഡിൽസ് അത് അടിപൊളിയാണെന്ന് പറഞ്ഞ് അവന്റെ നേരെ നീട്ടും. നീയും അല്പം ട്രൈ ചെയ്. അതിൽ കലിയിളകിയ ഗോക്കു ആണെങ്കിൽ അത് തട്ടിത്തെറിപ്പിക്കും. പരിഹാസം കേട്ടു നിൽക്കാനല്ല ഞങ്ങൾ ഇവിടേക്ക് വന്നത്. എത്രയും വേഗം ആ ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കണം. അത് കേട്ട് അവന്റെ ഗ്രാൻഡ് പാ ആണെങ്കിൽ ഗോക്കുവിനോട് ദേഷ്യപ്പെടും. നീ എന്തായി ചെയ്യണേ? അവരോട് ഒരു കാരണവശാലും അങ്ങനെ അറഗന്റായിട്ട് റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് ഗ്രാൻഡ് പേയും ചീച്ചിയും അവർ രണ്ടുപേരും അവരുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കും. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ ചീച്ചിയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. ലേഡി ആണെങ്കിൽ ആ ന്യൂഡിൽസ് പാത്രം ഇപ്പൊ ഗോക്കുവിന് നേരെ വലിച്ചെറിയാണ്. അത് ദൂരത്തായിട്ട് തെറിച്ചുപോയി വലിയൊരു മൗണ്ടെയിൻ തകർത്ത് കളയും. ആ ലേഡി ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നിനക്കങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന്റെ ലിവർ ആ കാണുന്നതാണ്, അത് പിടിച്ച് റൈറ്റിലേക്ക് തിരിച്ചാൽ മതി എന്ന് പറയും. ഗോക്കു ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അത് തിരിക്കാനായിട്ട് തുടങ്ങും. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഒരു കാരണവശാലും നീ അത് ചെയ്യാൻ പാടില്ല, ഈ ലോകം മുഴുവൻ അതിലൂടെ നശിക്കുമെന്ന് പറഞ്ഞ് ഗോക്കുവെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ഗോക്കു ആണെങ്കിൽ അവന്റെ ഗ്രാൻഡ് പേ തട്ടിത്തെറിപ്പിക്കും. കരിയിളകിയ ലേഡി ആണെങ്കിൽ ഗോക്കുവിനെ അറ്റാക്ക് ചെയ്ത് അവളുടെ പവർ ഉപയോഗിച്ച് ഗോക്കുയെ തൂക്കിയെടുത്തെറിയും. പക്ഷെ ഗോക്കു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവളെ അറ്റാക്ക് ചെയ്യാൻ തിരികെ വരും. പീച്ചി ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനെ കൺട്രോൾ ചെയ്യും. ആ സമയം ലേഡി ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, ഞങ്ങളെ കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്ത ഈ ലോകം പോലും നശിച്ചു പോവും. മാത്രമല്ല ഈവിൾ സ്പിരിറ്റ് ഈ ലോകത്തെ കീഴടക്കും. ഞങ്ങൾ നിസ്സഹായരാണ്. അത് കേട്ട് ചീച്ചിയാണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് പപ്പയുടെ ജീവനെങ്കിലും ഒന്ന് രക്ഷിച്ചൂടെ? അതിനാൽ ലേഡി പറയും, 100 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു ഫിനോമിനാണിത്. ഇതിനിടയിൽ എങ്ങനെ നിന്റെ പപ്പയെ രക്ഷിക്കുമെന്ന് എനിക്കറിയില്ല. ചീച്ചിയാണെങ്കിൽ അവളുടെ പപ്പയുടെ ജീവന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. അതിനവള് പറയും, അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു വഴിയുണ്ട്. അത് കേൾക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു ഹോപ്പ് വരും. നിമിഷം ലേഡി ആണെങ്കിൽ ഒരായുധം എടുത്ത് ഗോക്കുവായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഗോക്കു ആണെങ്കിൽ ആ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെടും. ഓക്കെ, ഉള്ളത് റൗണ്ട് 2 ആണെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യും. ഗോക്കു ആണെങ്കിൽ ആ വെപ്പന്റെ മുകളിൽ കയറി നിൽക്കും. അതിനുശേഷം ഗോക്കു ആണെങ്കിൽ അവളുടെ വയറ്റിൽ പഞ്ച് ചെയ്ത് പുറകിലേക്ക് തള്ളിയിടും. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നീ എന്തായി ചെയ്തേ? അവര് 10,000 വർഷങ്ങളായി ഈ ഫർണസ് കാത്തു സൂക്ഷിക്കുന്ന ലേഡിയാണ്. ഒരു കാരണവശാലും അവരോട് ഇത്തരത്തിൽ റെസ്പെക്ട് ഇല്ലാതെ ബിഹേവ് ചെയ്യാൻ പാടില്ല. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ഓ നോ, 10,000 വർഷോ? ഇവരെ കാണാൻ ഇപ്പോഴും വളരെ എങ്ങായിട്ടുണ്ടല്ലോ. അത് കേട്ട് അവളാണെങ്കിൽ, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ സ്ഥലത്തേക്ക് വന്ന് എന്നെ തന്നെ വെല്ലുവിളിക്കും ചോദിച്ച് അവളങ്ങനെ ജയന്റായി മാറും. കട്ട് ചെയ്ത ഇവിടെയാണെങ്കിൽ വീണ്ടും തീ ആളി പടരും. ജനങ്ങളെല്ലാവരും മുറവിളി കൂട്ടുകയാണ്. ആ എൽഡർ ലേഡി ആണെങ്കിൽ ഗോക്കുവിന് വേണ്ടിയും ചീച്ചിക്ക് വേണ്ടിയും കാത്തു നിൽക്കും. ക്യാമറ അങ്ങനെ സൂം ചെയ്ത ഇപ്പോഴും ആ ഒരു ഓക്സ് കിങ് ആളാണെങ്കിൽ സേഫായി ആ മാക്ഷിന്റെ ഒരു ഭാഗത്തുണ്ട്. ആളാണെങ്കിൽ ഉച്ചത്തിൽ ജനങ്ങളെ വിളിച്ച് വീശി കാണിക്കും. കട്ട് ചെയ്ത ഇവിടെ ആ ഒരു ജയന്റ് ലേഡി അവരാണെങ്കിൽ ഗോക്കുവിനെ ഓറഞ്ച ബുറഞ്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ ഒരു ജയന്റ് ഫാൻ എടുത്ത് ആഞ്ഞു വീശും. അതില് ആ ലേഡി ആണെങ്കിൽ കൺട്രോൾ പോയി പുറകിലേക്ക് പോവാണ്. ആ ലേഡി ആണെങ്കിൽ ഗോക്കുവിനെ നോക്കും. ഓ നോ, ഇതാ ജയന്റ് ബാൻജോ ഫാനല്ലേ?
ഇതുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അത് കേട്ട് ചീച്ചി അവൾ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. നിന്റെ കയ്യിൽ ഈ ഒരു ജയന്റ് ഫാൻ ഉണ്ട്, അതുപയോഗിച്ച് നിനക്ക് ഒരു തവണ ഫ്ലെയിമിനെ ഒരു ഭാഗത്തേക്ക് തിരിക്കാനായിട്ട് കഴിയും. ആ ഗ്യാപ്പിൽ മനസ്സിലുള്ള ഒരു ചെറിയ ഹോള്, അത് കഴുകന്റെ എക്ഷല്, അതും അതുപോലെ തന്നെ പ്യൂർ ഹണിയും അതും ഉപയോഗിച്ച് നിങ്ങൾ സീൽ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയും. പക്ഷേ ആ കഴുകൻ അത് വംശനാശം സംഭവിച്ചു. പിന്നെ മുട്ടയുടെ ഷെല്ല് കിട്ടാൻ അത്ര എളുപ്പമല്ല. ഉടനെ ചീച്ചി ആണെങ്കിൽ അവളുടെ കയ്യിലുള്ള ഷെല്ലിന്റെ പാർട്ടികളും ആ ഹണിയെ എടുത്ത് കാണിക്കും. അത് കണ്ട് ആ ലേഡി അത്ഭുതപ്പെടുകയാണ്. ഗോക്കു ആണെങ്കിൽ ചീച്ചിയെ അവൾ അഭിനന്ദിക്കും. ഗോകുവിന്റെ പപ്പയാണെങ്കിൽ ഗോകുവെ തടയാണ്. അത് വലിയ അപകടം പിടിച്ച ടാസ്ക്കാണ്. നീ അതിലേക്ക് പോയാൽ നിന്റെ ജീവൻ പോലും അപകടത്തിലാവും. ലേഡി അത് തന്നെ ഗോകുവിനോട് പറയും. അതത്ര എളുപ്പമല്ല. നിന്റെ ജീവൻ പണയം വെച്ചിട്ട് വേണം നീ അതിന്റെ അകത്തേക്ക് പോവാൻ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് നഷ്ടാവുക നിന്റെ ജീവനാണ്. ഗോകു ആണെങ്കിൽ അതിലൊന്നും വീണു പോവാതെ അവൻ അടിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് അതിന്റെ അകത്തേക്ക് പോയി ആ ഹോള് സീൽ ചെയ്യണം. എങ്ങനെയെങ്കിലും ഓക്സ് കിങ്ങിനെ അദ്ദേഹത്തെ സേവ് ചെയ്യണം. ആ ലേഡി ആണെങ്കിൽ ഗോകുവിന് മുന്നറിയിപ്പ് കൊടുക്കും. നീ അതിന്റെ അകത്തേക്ക് പോകുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഒരു കപ്പിൾ ഓഫ് സെക്കൻഡ് മാത്രമേ നിനക്ക് ടൈം ഉണ്ടാവൂ. അതിനുള്ളിൽ നീ അത് ഫില്ല് ചെയ്യണം. അതല്ല എങ്കിൽ നിന്റെ ലൈഫ് അത് മുഴുവനായിട്ടും അതിൽ തന്നെ അവശേഷിക്കും. അപ്പാപ്പനാണെങ്കിൽ ഗോകുവിന്റെ ഗ്രാൻഡ് പേ ആണെങ്കിൽ വീണ്ടും അവനോട് ചോദിക്കും, സത്യത്തിൽ ഈ ഒരു ടാസ്ക് അത് നീ ഏറ്റെടുക്കാൻ പോവാണോ? അതിന് ഗോകു ആണെങ്കിൽ തീർത്തു പറയും, അതെ, എനിക്ക് വേറെ വഴിയില്ല. കട്ട് ചെയ്താ ഇവിടെ ഓക്സ് കിങ് ആളാണെങ്കിൽ മരണത്തോട് മല്ലടിച്ച് ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ആ ഒരു ഡ്രസ്സ് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു ഭാഗത്ത് കിടക്കുകയാണ്. ആളുടെ ദേഹത്താണെങ്കിൽ ഒരുപാട് പൊള്ളലേറ്റ് കഴിഞ്ഞു. ഈ ആണെങ്കിൽ അതിന്റെ പൂർവാധികം ശക്തിയോടുകൂടെ കത്തി പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ആ ഫാൻ കയ്യിലെടുത്ത് ഇപ്പോ അതിലേക്ക് പോകാനായിട്ട് റെഡിയായി കഴിഞ്ഞു. അവന്റെ ഗ്രാൻഡ് പേ ആണെങ്കിൽ അവനെ വിഷ് ചെയ്യും. ഇവിടെ ആ ലേഡി അവന്റെ ദേഹത്തേക്ക് തണുത്ത വെള്ളം ഒഴിക്കുകയാണ്. ഓക്സ് കിങ്ങിനാണെങ്കിൽ ഇനി ഒട്ടും തന്നെ ടോളറേറ്റ് ചെയ്യാനോ പിടിച്ചു നിൽക്കാനോ കഴിയില്ല. ആള് ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ചീച്ചയെ വിളിച്ചുകൊണ്ടേയിരിക്കും. ആ എൽഡർ ലേഡി ആണെങ്കിൽ ഓക്സ് കിങ്ങിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഗോകു ആണെങ്കിൽ ഇവിടെ താഴേക്ക് ചാടാനായിട്ട് റെഡിയായി കഴിഞ്ഞു. ഇവിടെയാണെങ്കിൽ ലേഡി അത് ഓപ്പൺ ചെയ്യും. ഗോകു ആണെങ്കിൽ വാൻജിയോ ഫാൻ ഉപയോഗിച്ച് ഫ്ലെയിംസിനെ ഡൈവേർട്ട് ചെയ്ത് താഴേക്ക് എടുത്ത് ചാടുകയാണ്. ലേഡിക്കാണെങ്കിൽ ഒരു നേരം അത് ഹോൾഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അവരവരുടെ ഫുൾ എഫേർട്ട് കൊടുത്ത് അതങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കും. ഗോകു ആണെങ്കിൽ താഴെ ലാൻഡ് ആവും. അവന്റെ ഷൂസ് അത് കുറേശ്ശെ ഉരുകും. ഗ്രാൻഡ് പേയും ചീച്ചിയും അവർ രണ്ടുപേരും ഗോകു അവൻ സക്സസ്ഫുൾ ആയി ആ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് വരുന്നതും കാത്ത് പ്രാർത്ഥനയോട് കൂടെ വെയിറ്റ് ചെയ്യുകയാണ്. ഗോകു ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ദ്വാരം അത് കണ്ടുപിടിക്കും. അവിടെ ആ ഷെല്ല് ഉപയോഗിച്ച് അവൻ ഹണിയൊക്കെ തേച്ച് അത് ഒട്ടിക്കുകയാണ്. അടുത്ത നിമിഷം ഇവിടെ ഫയർ അത് പതിയെ പതിയെ കുറയാനായിട്ട് തുടങ്ങും. ഗോകു ആണെങ്കിൽ സക്സസ്ഫുൾ ആയി അവന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ചീച്ചി, ഞാൻ നിന്റെ അടുത്തേക്ക് വരികയാണെന്ന് പറഞ്ഞ് ഗോകു അവൻ മുകളിലേക്ക് ഫ്ലൈ ചെയ്യും. ആ എൽഡർ ലേഡിക്കാണെങ്കിൽ ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ടാവില്ല. അവളുടെ കൺട്രോൾ പോയി. അവളാണെങ്കിൽ ഒരുപാട് എഫേർട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഗോകു ആണെങ്കിൽ അവന്റെ സ്റ്റിക്ക് അതങ്ങനെ ഉപയോഗിച്ച് മുകളിലേക്ക് പറന്നു വരികയാണ്. അതുകൊണ്ട് എല്ലാവരും ഞെട്ടും. ചീച്ചി ആണെങ്കിൽ താഴേക്ക് വന്ന ഗോകുവെ ഹഗ് ചെയ്യും. നീ ശരിക്കും ആ ഒരു ഹോൾ അടച്ചോ? അതിന് ഗോകു പറയും, ഞാനത് അടച്ചു. ഇവിടെ എൽഡർ ലേഡി ആണെങ്കിൽ ഗോകുവിനെ കൺഗ്രാചുലേറ്റ് ചെയ്ത് ആ ഡോറ് അത് ക്ലോസ് ചെയ്യും. ഇവിടെ ഗ്രാൻഡ് പേ ആണെങ്കിൽ സന്തോഷത്തോടു കൂടെ അവരോട് പറയും, ഇത് നിങ്ങളുടെ ഫസ്റ്റ് കപ്പിൾ ടാസ്ക് ആണ്, അത് നിങ്ങൾ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ എൽഡർ ലേഡിയെ കാണിക്കും. അവരാണെങ്കിൽ ഇപ്പോൾ ഓക്സ് കിങ്ങിന്റെ അടുത്തേക്ക് ഫ്ലൈ ചെയ്ത് വരികയാണ്. ഓക്സ് കിങ് ആണെങ്കിൽ കത്തിക്കരിഞ്ഞ നിലയിൽ അവിടെ അങ്ങനെ വീണ് കിടക്കുന്നത് കാണും. അത് കണ്ട് ആ എൽഡർ ലേഡി ആണെങ്കിൽ ഭയന്ന് ഒച്ചത്തിൽ നിലവിളിച്ച് കരയും. അടുത്ത നിമിഷം ഓക്സ് കിങ് ചാടി എഴുന്നേക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ ഡ്രസ്സിന് ഒരു പോറൽ പോലും സംഭവിക്കാതെ ഇത് സേവ് ചെയ്തു. അത് കേട്ട് ദേഷ്യം വന്ന നമ്മുടെ എൽഡർ ലേഡി അവരാണെങ്കിൽ ഹാമർ എടുത്ത് ഇപ്പോൾ ആളുടെ തലയ്ക്ക് ഒരു ഒറ്റ അട്ടി വെച്ച് കൊടുക്കും. ആ സമയം ഗോകുവും ചീച്ചിയും അവർ രണ്ടുപേരും അവിടേക്ക് ഫ്ലൈ ചെയ്ത് വരും. ഞങ്ങൾ എല്ലാവരും ഒരുപാട് സന്തോഷത്തോടു കൂടെ അവരെ വരവേൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോൾ ചീച്ചി അവളാണെങ്കിൽ അവളുടെ അമ്മ അവൾക്ക് വേണ്ടി മാറ്റി വെച്ച ആ ഒരു വെഡിങ് ഡ്രസ്സൊക്കെ ഇട്ട് രാജകുമാരനെ പോലെയുള്ള ഗോകുവിന്റെ കൈ കോർത്ത് നിൽക്കുകയാണ്. അവരുടെ വിവാഹം അതെല്ലാവരുടെയും മുൻപിൽ വെച്ച് അടിപൊളിയായിട്ട് കഴിയും. എൽഡർ ലേഡി ആണെങ്കിൽ ആ ബോള് അതങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നീല കളറിലേക്ക് ചേഞ്ച് ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.